ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവസാന ദിനം ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാവർക്കും കോഴിക്കോട്ട എളുപ്പത്തിൽ എങ്ങനെ കോഴിക്കോട്ട ഉണ്ടാക്കണമെന്ന്, നല്ല സോഫ്റ്റാണ് കോഴിക്കോട്ട, എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. നമ്മളുണ്ടാക്കണത് ശർക്കരയിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. ആദ്യം ഞാൻ 2 കപ്പ് പൊടിക്കാണ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിടുക. ഒരു മയം കിട്ടാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. 1 സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുള്ള അത് ഉണ്ടാക്കാൻ പാടാണ്. പിന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മളിത് ഫില്ലിങ്സ് ഉണ്ടാക്കി വെച്ചാൽ മതി. വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ പൊടി ഒന്ന് ഇതാക്കിയെടുക്കാം. അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതാക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാണ്. ഒരു 5 മിനിറ്റ് ഇതെങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതുണ്ടാക്കാം. ഇത് ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കര വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് അരിച്ചൊഴിക്കണം. ശർക്കര പൊടിയാണ്, പെട്ടെന്നാവട്ടത്. മധുരം അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടേ ഞാൻ കുറേ ഉണ്ടാക്കി 2 കപ്പ് പൊടിച്ച് വെച്ചു. ഇത് കണ്ടോ, പെട്ടെന്ന് മെൽറ്റായിട്ടാ. എന്താ വെച്ചാൽ നമ്മൾ പൊടിച്ച് വെച്ചതല്ലേ, ചീവി വെച്ചത്. നമ്മുടെയൊക്കെ ഇതുണ്ടല്ലോ ഗ്രേറ്ററിൽ ചീവിയാൽ മതി. ക്യാരറ്റ് ചീവണം, വേഗം പണി കഴിയും. ഇതിൽ കല്ലൊന്നുമില്ല, എന്നാലൊരു സമാധാനത്തിനരിക്കാം. നമുക്ക് ഈ മെൽറ്റ് ചെയ്ത ശർക്കര നമ്മൾ ചായലരിപ്പയിൽ അരിച്ചൊഴിക്കാം. അപ്പോൾ ആ നൈസ പൊടിയുള്ളതുണ്ടെങ്കിൽ, ഇതിൽ പൊടിയൊന്നുമില്ല, ഉറുമ്പുണ്ട് 1-2. ഇവിടെ പൊടിച്ച് വെച്ചിട്ടേ കറുപ്പുറുമ്പ് വന്നു. നല്ല ശർക്കര. ഒരു 2 കപ്പ് തേങ്ങയിലാട്ടോ. അതിൽ ഇത് നല്ല മെൽറ്റാക്കി, ഇത് ടൈറ്റാക്കി എടുക്കുക. ഇത് ഏലക്കപ്പൊടി ഇടാം കേട്ടോ. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഇടാം, ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിലില്ല, ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എള്ളുണ്ടെങ്കിൽ വറുത്തിട്ടിടാം, കടലപ്പരിപ്പ് വേവിച്ചിട്ടിടാം. പൂർണ്ണം പല സൈസിലുണ്ടാക്കാം കേട്ടോ. ഈ ശർക്കരയും തേങ്ങയും മാത്രം ഇടുന്നില്ല, അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്തിട്ടിടാം. ഞാനിപ്പോൾ അതൊന്നുമില്ല ഇവിടെ, അത് കാരണം പണി അടുക്കളയിൽ നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ സാധാരണ കോഴിക്കോട്ടയാണ് ഉണ്ടാക്കണത് കേട്ടോ. പഴയ കാലത്ത് അമ്മമാരുണ്ടാക്കിയിരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെയൊന്നല്ല ഉണ്ടാക്കുക. അപ്പോൾ ഇത് മാത്രം ഇത് കാണാം കേട്ടോ. അതവിടെ ചൂടാറട്ടെ. അപ്പോൾ മാവ് ഞാൻ അപ്പോഴേക്കും നല്ല കുഴച്ചിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്. ഇനി ഇത് ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് നമുക്ക് കുഴച്ച് വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ ഉണ്ടകളായിട്ട് എല്ലാതും കുഴയ്ക്കാം. നമ്മളെല്ലാം ഇങ്ങനെ ഉണ്ടകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ കുഴിച്ചുണ്ടാക്കുക.
എന്നിട്ട് ഇതിങ്ങനെ ഒരു ചട്ടിമാരി ആക്കുക. എന്നിട്ട് ഓരോ സ്പൂണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ ഇട്ടുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. 1 സ്പൂണോ മതി ഇട്ടാ, 1.5 സ്പൂണായ കുറച്ച്. ഇങ്ങനെ ഓരോന്നെല്ലാം എടുത്തിട്ട് ഇങ്ങനെ കുട്ടികലന്മാരി ഉണ്ടാക്കിയിട്ട് വെച്ച് അവസാനം കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കോഴിക്കോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് നേരം ഇരുന്നാൽ വേവും. മാവൊക്കെ വെന്ത് തന്നെയാണ്, എന്നാലും ഒന്ന് സെറ്റ് ആവാനായിട്ട്. എന്നിട്ട് നോക്കാം കേട്ടോ. നമുക്ക് വെന്തോ നോക്കാം കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെന്തുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കണില്ല കേട്ടോ, നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറട്ടെ, അല്ലാണ്ട് നമുക്കത് ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ അടിപൊളി കോഴിക്കോട്ട. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് മുറിച്ച് നോക്കാം കേട്ടോ, കാണിക്കാം. ഇതാണ് കേട്ടോ സൂപ്പർ കോഴിക്കോട്ട, നമ്മളുണ്ടാക്കിയ കോഴിക്കോട്ട. നല്ലുണ്ട്, കഴിച്ച് നോക്കിയിട്ടാ അടിപൊളിയുണ്ട്, നല്ല പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല രസമുണ്ട്, പാകത്തിന് കടും മധുരമില്ല, പാകത്തിന് മധുരം, നല്ല രസമുണ്ട്. സാധാരണ എനിക്ക് ശർക്കര ഇട്ട കോഴിക്കോട്ട ഇഷ്ടമില്ലാത്തതാണ്, ഞാൻ പഞ്ചസാര ഇട്ടത് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ ഞാനിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും കോഴിക്കോട്ട ഉണ്ടാക്കി അവസാനം ആഘോഷിക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പഞ്ചസാരയിൽ ഉണ്ടാക്കണമെങ്കിൽ ഈസി കേട്ടോ. പഞ്ചസാരയും തേങ്ങയും ഇത്തിരി ഏലക്കപ്പൊടി ഇട്ടാൽ മതി. ശർക്കരയാകുമ്പോൾ ഉരുക്കി ഒഴിക്കണം, കുറേ പണികളുണ്ട്. അപ്പോൾ ഓക്കെ കേട്ടോ, എല്ലാവരും ഇത് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.